കോട്ടയത്തെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. കുട്ടൻ എന്നാണ് ആ കുട്ടിയുടെ ഓമനപ്പേര്. തീരെ പഠിക്കാത്തൊരു കുട്ടി, എന്നാൽ ബുദ്ധിമാനായ ഒരു കുട്ടിയാണവൻ. പഠിക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ബുക്കും പുസ്തകവും ഒന്നും വാങ്ങാൻ അവൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അവന് സ്വന്തമായിട്ടുള്ളത് ദാരിദ്ര്യം തന്നെയായിരുന്നു. അവന് ക്ലാസ്സിൽ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് ബാബു എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ കഥ. ആ കൂട്ടുകാരനോട് കുട്ടൻ ഒരു ദിവസം ചോദിക്കുകയാണ്, ബാബു, നീ നിന്റെ വീട് വലിയ വീടാണെന്നെന്നും പറയുന്നുണ്ടല്ലോ, അതൊന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാബു പറഞ്ഞു, ഇന്ന് വേണ്ട, എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. ഒരു ഹരിജൻ വിഭാഗത്തിലുള്ള കുട്ടിയാണ് ഈ കുട്ടൻ. കുട്ടനോട് ബാബു പറഞ്ഞു, അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി ബാബുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ബാബുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കുട്ടൻ അതിശയിച്ചു പോയി. ഇത്തരത്തിലൊരു വീട് കുട്ടൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ബാബു കുട്ടനെ പരിചയപ്പെടുത്തി. പക്ഷേ ആ സൗകര്യങ്ങളെല്ലാം കണ്ടിട്ടും വീട്ടിലെ കൗതുകങ്ങളോ ഒന്നുമായിരുന്നില്ല കുട്ടൻ്റെ ആ പിഞ്ചു മനസ്സിൽ ഉടക്കി നിന്നത്. ആ വീടിൻ്റെ മുറ്റത്തെ ഒരു മൂലയിലുള്ള പട്ടിക്കൂട്ടിലുറങ്ങുന്ന പട്ടിക്കുഞ്ഞിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന ഭക്ഷണമാണ് അവൻ്റെ മനസ്സിനെ അതിശയിപ്പിച്ചത്. കാരണം അവൻ ഓണത്തിന് പോലും അത്തരത്തിൽ ഭക്ഷണം കണ്ടിട്ടില്ല. അത്ര നല്ല ഭക്ഷണമാണ് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞ് പോലും കഴിക്കുന്നത്. 2 കുട്ടികളും സ്കൂളിലേക്ക് മടങ്ങി വന്നു. അന്ന് ഇൻസ്പെക്ഷന് വേണ്ടി ഒരു അധ്യാപിക വന്നിട്ടുണ്ട്. ആ അധ്യാപിക ക്ലാസ്സിൽ വന്ന കുട്ടികളോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്കാരാകണമെന്ന്? ഓരോരുത്തരും പറയുവാൻ തുടങ്ങി. ഡോക്ടറാകണം, എൻജിനീയർ ആകണം, മാഷാകണം, ടീച്ചറാകണം എന്നൊക്കെ. കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകണമെന്ന്. ടീച്ചർക്ക് അത് കേട്ടപ്പോൾ വലിയ സങ്കടമായി, വിഷമമായി. ടീച്ചർ അങ്ങനെ കുട്ടൻ പറയുവാനുള്ള കാരണം അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടന് പുസ്തകം വാങ്ങിക്കൊടുത്തു. അവൻ പഠിച്ചു നല്ല മാർക്ക് വാങ്ങി. 8ഉം 9ഉം പാസ്സായി. 10ൽ റാങ്കോടുകൂടി പാസ്സായി. എറണാകുളം മഹാരാജാസിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം. ഒരു ഗ്രാൻഡോടുകൂടി ലണ്ടനിൽ പഠിക്കാൻ പോയി. ലണ്ടനിലെ ഉപരിപഠനത്തിന് ശേഷം തിരികെ പോരുമ്പോൾ അവൻ്റെ വൈസ് ചാൻസലർ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നെഹ്റുവിന് ഈ കത്ത് കൊടുക്കണമെന്ന്. അവൻ ഡൽഹിയിൽ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഈ കത്ത് പ്രധാനമന്ത്രിക്ക് കൊടുത്തു. നെഹ്റു ഈ കത്ത് വായിച്ചിട്ട് ഇതിനെ നോക്കി. കാരണം ആ കത്തിൽ ഇവനെക്കുറിച്ചാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി അപാരമായ സാധ്യതകളുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ഇയാളെ ഏതെങ്കിലും ഒരു കോളേജിൽ അധ്യാപകനായി വിട്ടുകളയരുത് എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. ഇവനെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. നെഹ്റു അവനോട് പോകാൻ പറഞ്ഞു. അവൻ പോന്നു. നാട്ടിലൊരു കോളേജിൽ അധ്യാപകനായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നിന്നും അവനൊരു കത്ത് വന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന കത്തിൽ ഉടനെ ഡൽഹിയിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അവിടെ ചെന്നു. നെഹ്റു പറഞ്ഞു, നീ ബർമ്മയിലെ അംബാസഡറാകണമെന്ന്. ബർമ്മയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി അവനെത്തി. ഒരുപാട് രാജ്യങ്ങളിൽ അവൻ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി സ്ഥാനം വഹിച്ചു. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു തിരിച്ചു വരാൻ. അവൻ വന്നു. പിന്നീട് അവൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു. MP ആയി, സഹമന്ത്രിയായി, മന്ത്രിയായി. ഒരുപാട് പടവുകൾ ചവിട്ടിക്കയറി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം ആ കുട്ടൻ്റെ ഫോട്ടോ വന്നു. ആ ഫോട്ടോയുടെ അടിയിൽ ഇങ്ങനെ എഴുതി, ശ്രീ KR നാരായണൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകണമെന്നാഗ്രഹിച്ച ഒരു കുട്ടിയുടെ ജീവിത വളർച്ചയുടെ പടവുകളാണിത്. സങ്കടങ്ങളാണ് നമ്മെ നമ്മളാക്കുന്നത്. സന്തോഷങ്ങൾ നമുക്കൊന്നും പ്രദാനം ചെയ്യുന്നില്ല.